നിയമലംഘനം നടത്തിയ ക്രിമിനൽ കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ റോഡ് ഷോയിൽ ജീപ്പ് ഉടമയുടെ RC ബുക്ക് റദ്ദാക്കാനും ഇപ്പോൾ ശുപാർശ വന്നിട്ടുണ്ട്. ആകാശും കൂട്ടരും ഓടിച്ചത് മലപ്പുറം സ്വദേശി സുലൈമാന്റെ ഉടമസ്ഥതയിലുള്ള ജീപ്പാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. എൻഫോഴ്സ്മെന്റ് RTOയ്ക്കാണ് അന്വേഷണ ചുമതല. സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് പിഴ ഈടാക്കും. മറ്റു നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും. വിവരങ്ങളുമായി തുഷാര പ്രമോദ് ചേരുന്നു. തുഷാര പ്രമോദ്, വളരെ ഹീറോ ആയിട്ടുള്ളൊരു വരവായിരുന്നു, ഒടുവിൽ സീറോ ആയി പോയോ? തുഷാര പ്രമോദ്, എന്താണ് നടപടിയായിട്ടുണ്ടോ? അതെ അരുൺ, ഇന്നലെ വലിയൊരു രീതിയിലുള്ള ഒരു റോഡ് ഷോയുടെ നഗരസവാരിയുടെ വീഡിയോ BGM മാസ് ഡയലോഗും ഒക്കെ ചേർത്ത് എഡിറ്റ് ചെയ്താണ് ഈ ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതിയായ ആകാശ് തില്ലങ്കേരി തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെ പങ്കുവെക്കപ്പെട്ടു. എന്നിട്ടും ഇത്രയും പ്രചാരം ലഭിച്ചിട്ടും മോട്ടോർ വാഹന വകുപ്പ് ഇതിലൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നത് വലിയ രീതിയിൽ ആക്ഷേപം ഉയർന്നിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൽ പരാതി നൽകുകയുണ്ടായി. തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം തന്നെ വന്നത്. പരിശോധിച്ച് നടപടി എടുക്കുമെന്നായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. ഇന്ന് എൻഫോഴ്സ്മെന്റ് RTOക്കായിരുന്നു ഇതിലെ അന്വേഷണ ചുമതല. ഇപ്പോൾ ഈ വാഹനമുടമ മലപ്പുറം സ്വദേശിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ വാഹനത്തിന്റെ RC ലൈസൻസ് റദ്ദാക്കാനുള്ള ശുപാർശ കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി അറിയാൻ കേട്ടോ, ആ വാഹനത്തിനകത്ത് നമ്പർ പ്ലേറ്റ് ഇല്ല. മുമ്പിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനം ഓടിച്ചുകൊണ്ടാണ് ആകാശ് തില്ലങ്കരിയും സംഘവും നടന്നിരിക്കുന്നത്, അല്ലേ? അതെ അരുൺ, നമ്പർ പ്ലേറ്റ് ഇല്ല, മാത്രമല്ല മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട് എന്നും കൂടിയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും കൂടി പരിശോധിക്കുമെന്ന്. ആകാശ് തില്ലങ്കേരി ടീമിനൊക്കെ എവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. ഇവിടെ സാധാരണക്കാരൻ അറിയാതെ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്ന് കഴിഞ്ഞാൽ 500 രൂപ വീട്ടിൽ വരും. പക്ഷേ ഇവിടെ നോക്കൂ, സീറ്റ് ബെൽറ്റ് ഇല്ലെന്ന് മാത്രവുമല്ല, മോഡിഫൈ ചെയ്തിരിക്കുന്നു എന്നത് മാത്രമല്ല, നമ്പർ പോലും വെക്കാനാണ് ഓടിച്ചിരിക്കുന്നത്. എന്തായാലും സുലൈമാന് പണി കിട്ടിയിരിക്കുന്നു. സുലൈമാൻ്റെ വണ്ടി എടുത്തുകൊണ്ടാണ് ആകാശ് തില്ലങ്കേരി പ്രദർശനം നടത്തിയിരിക്കുന്നത്. ഇനി സുലൈമാന് വണ്ടി എടുത്ത് വീട്ടിൽ വയ്ക്കാം. RC ബുക്ക് ക്യാൻസൽ ചെയ്യാൻ തീരുമാനമായി എന്നാണ് അറിയുന്നത്. എന്തായാലും അതൊരു പണിയായിപ്പോയി. താങ്ക് യു തുഷാര. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒട്ടേറെ വാർത്തകൾ നമ്മൾ കണ്ടു. ആ വാർത്തയ്ക്കൊപ്പമുള്ള വിശേഷങ്ങളും വാർത്തയിലെ വർത്തമാനങ്ങളും ഒക്കെ നമ്മൾ ആസ്വദിക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. KV തോമസ് മാഷിൻ്റെ വിഷയമടക്കം, നെയ്ത്തു തൊഴിലാളികളുടെ ദുരിതമടക്കം, കേരളീയം വിഷയമടക്കം, ഒപ്പം സെക്രട്ടേറിയറ്റിലെ താൽക്കാലിക നിയമനം അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് പ്രേക്ഷകർ കണ്ടു. ആ വിഷയങ്ങളിലൊക്കെ